1983 ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഒരു ഗ്രാമ അന്തരീക്ഷത്തിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. വെർജിൻ ലൊക്കേഷൻസാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. എബ്രിഡ് ഷൈൻ, വൈക്കം, പിന്നെ ബ്രഹ്മമംഗലം, പിറവം, ആ ഒരു ഏരിയയിൽ ഒരുപാട് പച്ചപ്പും ബാക്ക് വാട്ടേഴ്സൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അവിടേക്കാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ബ്രഹ്മമംഗലത്ത് ഒരു ഏരിയയിൽ എനിക്ക് തോന്നുന്നു വലിയ ഡെവലപ്മെൻ്റ് ഇല്ലാത്തൊരു സ്ഥലമാണ്. അവിടെ പണ്ട് എനിക്ക് തോന്നുന്നൊരു 30 വർഷം മുമ്പ് ഉണ്ടാക്കിയ സ്ട്രക്ചേഴ്സ് തന്നെയാണ് ഇപ്പോഴും. അവിടെ ഒരു ബാർബർ ഷോപ്പുണ്ട്. അത് ഒരുപാട് പഴക്കമുള്ള ആ ഒരു കോംപ്ലക്സ് തന്നെ ഒരുപാട് പഴക്കമുള്ളൊരു ഇതാണ്. കോംപ്ലക്സ് ഒന്നും പറയാൻ പറ്റില്ല ശരിക്കും. പിന്നെ അവിടെ ഒരു വായനശാലയുണ്ട്. അതും ഒരു പഴയ വായനശാലയാണ്. അവിടെ ഒരു ടി വി മാത്രം പുതുതായിട്ട് വച്ചിട്ടുണ്ട്. പിന്നെ ചായക്കടകളുണ്ട്. അപ്പോൾ ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എല്ലാവർക്കും കിട്ടിയൊരു ഫീലിംഗ്, പണ്ട് ഈ ചായക്കടയിലൊക്കെ ഇരുന്ന് നമ്മൾ ചായ കുടിച്ചുകൊണ്ട് പല ഗോസിപ്പുകളും നടത്തും. ഗോസിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ആ നാട്ടുകാരെ പറ്റിയും, ഇപ്പം അവിടെ കൂടെ ഒരു പ്രായമുള്ള ഒരാൾ പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നടപ്പിനെ പറ്റിയും, അദ്ദേഹം ചിലപ്പോൾ വളരെ ഒരു ടെമ്പറുള്ള ഒരു കക്ഷിയായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞ് എന്തെങ്കിലും തമാശ പറയും. ഈ ഗ്രാമത്തിൽ നല്ല വായുവായിരിക്കും. ആ സമയത്ത് നല്ല കാറ്റടിക്കുകയും ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു നോസ്റ്റാൾജിക് ഫീലിംഗ് ആണ് നമുക്ക് ഈ പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ബലമായ വിശ്വാസം പ്രേക്ഷകരും എന്തായാലും ഈ അവസ്ഥയിൽ കൂടെ കടന്നുപോയ ആൾക്കാരാണല്ലോ. അപ്പം അവർക്കും ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും, കഥാപാത്രങ്ങളായിട്ടും ആ സിറ്റുവേഷനായിട്ടും ആ ഒരു അന്തരീക്ഷമായിട്ടും. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ 3-4 പേരേ ഉള്ളൂ ഒന്നിലധികം പടങ്ങൾ ചെയ്തത്. ബാക്കിയുള്ള മിക്കവാറും പേര് പുതുമുഖങ്ങളായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ നമ്മൾ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സ് ആയ കാരണം ആദ്യത്തെ 1-2 ദിവസമൊക്കെ നമ്മളോട് സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ ഒരു ബുദ്ധിമുട്ട് അവർക്കും തോന്നിയിരുന്നു, നമുക്കും തോന്നിയിരുന്നു. പക്ഷേ ഓരോ പീരീഡ് ഓഫ് ടൈം അതൊരു എബ്രിഡ് ഷൈൻ എന്ന് പറഞ്ഞ സംവിധായകൻ്റെ ഒരു കഴിവായിരുന്നു. നമ്മളെ ഒന്നിച്ചിരുത്തി സീൻസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴൊക്കെ ഒന്നിച്ചിരുത്തി എല്ലാവർക്കും ഈക്വൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നിൻ്റെ കഥാപാത്രം ഇതാണ് പറയാൻ പോകുന്നത്, നിൻ്റെ കഥാപാത്രം ഇതാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെ പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ആ കെമിസ്ട്രി വർക്കൗട്ടായി. ഞങ്ങളുടെ മേജർ സീൻസും ഈ 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ കോമ്പിനേഷൻസ് അദ്ദേഹം ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺ സ്ക്രീൻ ഭയങ്കര മനോഹരമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ റഷസ് കണ്ട പല ആൾക്കാരും ഇൻക്ലൂഡിങ് മീ, നമുക്കെല്ലാവർക്കും തോന്നിയത് പുതുമുഖങ്ങൾ വരെയും അഭിനയിക്കുമെന്ന് ഫീൽ ചെയ്തിട്ടില്ല. വളരെ നാച്ചുറലായിട്ട് ഇപ്പം നമ്മൾ സംസാരിക്കുന്ന പോലെ, നോർമലി സംസാരിക്കുന്ന പോലെ, ഇപ്പോൾ ഒരു ലൈവ് സിങ് സൗണ്ടൊക്കെ വെച്ച് നമ്മളിപ്പോൾ ഡബ്ബിങ് ഇല്ലാണ്ടൊക്കെ ചെയ്യുന്ന പോലെയാണ് ഇവർ ഡബ്ബ് പോലും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൂടാണ്ട് ഡെഫിനറ്റ്ലി എല്ലാവർക്കും നോസ്റ്റാൾജിയ ഉണ്ട്. പുതിയ ആൾക്കാരായാലും അല്ലെങ്കിൽ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആയാലും അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആയാലും എല്ലാവർക്കും ക്രിക്കറ്റിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഒരുപാട് പറയാനുണ്ട്. അതുകൂടാണ്ട് ബാല്യകാലത്തെ പറ്റി ക്രിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പറയാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. 1983 എന്ന് പറഞ്ഞ സിനിമ ക്രിക്കറ്റിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ പറയുന്നൊരു കഥയാണ്. ക്രിക്കറ്റ് മാത്രമല്ല വിഷയം. ഫാമിലി, ഇമോഷൻസ്, ഫ്രണ്ട്ഷിപ്പ്. ഞാൻ മനസ്സിലാക്കിയത് ഒരു സ്പോർട്സ്, ഇപ്പം ഞാൻ സിനിമ വന്നിട്ട് ഇപ്പം 8 വർഷം ആയി. ഈ 8 വർഷത്തിൽ കഴിഞ്ഞൊരു 3 വർഷമായിട്ടാണ് എനിക്ക് സിനിമാ നടന്മാരുമായിട്ട് എനിക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടായത് അല്ലെങ്കിൽ ഡെവലപ്പായത്. ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു പോകുന്നതാണ്. അതിന് മുമ്പ് സംഭവിക്കാത്തത്, നമ്മളൊരു സിനിമ ചെയ്യുന്നു, ആ സമയത്ത് നമ്മൾ എല്ലാ ദിവസവും ഒരു 30 ദിവസത്തേക്ക് എല്ലാ ദിവസവും നമ്മൾ ആൾക്കാരെ കാണുന്നു, അവരോട് സംസാരിക്കുന്നു. പിന്നെ ഫോൺ വിളികൾ പോലും അപൂർവമായിക്കൊണ്ടിരിക്കും. അതിനുശേഷം പിന്നെ അടുത്തൊരു ലൊക്കേഷനിൽ കാണുമ്പോഴാണ് പിന്നെ നമ്മൾ ഒന്നിച്ച് കാണുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ ഒരു ക്രിക്കറ്റ് ക്ലബ്ബ് തുടങ്ങി, സെലിബ്രിറ്റി ക്രിക്കറ്റ് ക്ലബ്ബ്. ഈ ക്ലബ്ബിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പല ആക്ടേഴ്സും ഉണ്ട്. കുഞ്ചാക്കോ ബോബനാണ് അതിൻ്റെ ചെയർമാൻ, വിജയ് യേശുദാസ് അതിൻ്റെ സെക്രട്ടറി, ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി, പൃഥ്വിരാജ് ഉണ്ട്, ഇന്ദ്രജിത്ത് ഉണ്ട്, അങ്ങനെ ഒരുപാട്. ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ, ആസിഫ് അലി, നിഖിൽ മേനൻ, വിനു മോഹൻ, നിശാന്ത് സാഗർ, ഇങ്ങനെ ഒരുപാട് പേര് കൂടിയാണ് നമ്മൾ ഈ ക്ലബ്ബ് തുടങ്ങിയത്. ഈ ക്ലബ്ബ് തുടങ്ങിയതിന് ശേഷം നമ്മൾ എല്ലാ ആഴ്ച അല്ലെങ്കിൽ മാസത്തിൽ മിനിമം ഒരു കളിയെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൗണ്ട് ബുക്ക് ചെയ്തിട്ട് നമ്മൾ കളിക്കാറുണ്ട്. പിന്നെ സിംഗേഴ്സിൻ്റെ ടീം വന്നു, ഡയറക്ടേഴ്സിൻ്റെ ടീം വന്നു, അപ്പോൾ ഇവരുമായിട്ട് മാച്ചസ് വയ്ക്കാറുണ്ട്. പിന്നെ നമ്മൾ ഒരു ഗ്രൂപ്പായി. നമ്മൾ ഇടയ്ക്ക് മാച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്ക് നമ്മളൊരു മീറ്റിംഗ്, ഈ മീറ്റിങ്ങിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മുടെ ക്ലബ്ബിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക ഇതൊക്കെ നമ്മൾ സംസാരിക്കുന്നു. അതുകൂടാണ്ട് നമ്മൾ ഒന്നിച്ച് ഫുഡ് കഴിക്കുന്നു. ഇത് വന്നപ്പോഴത്തെ ഒരു ബോണ്ടിങ് ആയി. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഷാർജയിൽ പോയി കളിച്ചു. ഇത് കളിച്ചിട്ട് തിരിച്ചു വന്നപ്പം
CCL ഫസ്റ്റ് സീസണിൽ ഞാൻ കളിച്ചായിരുന്നു. അപ്പോൾ CCL ഫസ്റ്റ് സീസണിൽ 1 മാസം അല്ലെങ്കിൽ 2 മാസം ഒന്നിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ലാസ്റ്റ് മാച്ച് കഴിഞ്ഞതിന് ശേഷം എയർപോർട്ടിൽ വന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വിഷമം തോന്നിയായിരുന്നു. ആ ഒരു വിഷമം നമുക്ക് ഈ ഷാർജയിൽ 3-4 ദിവസത്തിനകം നമുക്ക് ആ ഒരു വിഷമം തോന്നി, അത് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു വന്നതിന് ശേഷം. അപ്പോൾ അങ്ങനെ ഒരു ബോണ്ടിങ് ഉണ്ട്. അപ്പോൾ സിനിമ അല്ല നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ആക്ടേഴ്സുമായിട്ട് നമ്മൾ ക്രിക്കറ്റ് സംസാരിക്കും, നമ്മൾ പൊളിറ്റിക്സ് സംസാരിക്കും, നമ്മൾ നമ്മുടെ ഫാമിലിയെ പറ്റി സംസാരിക്കും. ഒരുപാട് നടന്മാരുടെ മക്കളുടെ പേരും ഭാര്യമാരുടെ പേരും ഒക്കെ എനിക്കറിയാം. അതേപോലെ എൻ്റെ ഭാര്യയുടെ മോളുടെ പേരൊക്കെ അവർക്കും അറിയായിരിക്കും. അതൊക്കെ ഒരു ഭയങ്കര ബോണ്ടിങ്ങിൽ നിന്ന് വരുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ഒരു വലിയ സ്റ്റാറിൻ്റെ വീട്ടുകാരുടെ പേര് മാത്രമേ നമ്മൾ ചിലപ്പോൾ അറിയുള്ളൂ. ഒരിക്കലും നമ്മളൊരു നോർമൽ ആക്ടറിൻ്റെ വീട്ടുകാരുടെ പേര് നമ്മൾ അത് ശ്രദ്ധിക്കില്ലായിരിക്കും, നമ്മൾ അറിയായിരിക്കും, പക്ഷേ നമ്മൾ വിട്ടുപോകും. പക്ഷേ ഇതങ്ങനെയല്ല, അങ്ങനെ ഒരു ബോണ്ടിങ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ ഇതൊരു സ്പോർട്സ് റിലേറ്റഡ് സിനിമയാണ്. ഇതിൻ്റെ അകത്ത് ഇമോഷൻസ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഫാമിലി സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, അപ്പോൾ ഇതെല്ലാം റൊമാൻസ് ഉണ്ട്. ഈ റൊമാൻസും ഒരു ക്രിക്കറ്റിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ പറയുന്നു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ സ്പോർട്സ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു വലിയ ഒരു സാധനമാണ്, മനുഷ്യനുണ്ടാക്കിയ ഒരു വലിയ ഒരു ആക്ടിവിറ്റിയാണ്.